കാലം ഒരുപാട് മാറിയെങ്കിലും വാർഡ് മാറിയെങ്കിലും ഇപ്പോഴും ആ ബൂത്തും വിദ്യാലയവും അവിടെ തന്നെയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 2016 ശ്രീ ശബരിനാഥ് അദ്ദേഹത്തിന്റെ വോട്ടും വട്ടിയൂർക്കാവിലാണ്. അദ്ദേഹം എനിക്കാണ് വോട്ട് ചെയ്തത്. അപ്പം അതൊരു കടം വീട്ടുന്നൊരു ചുമതല കൂടെ എനിക്കുണ്ടല്ലോ. അപ്പം അദ്ദേഹം എനിക്ക് വോട്ട് ചെയ്തു. ഇത്തവണ ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു വോട്ട് ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. വളരെയധികം മുമ്പ് രാജൻ കേസ് നടന്ന കാലത്ത് എന്റെ പിതാവ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്നത് ഇവിടെ എ സ്ട്രീറ്റിലെ 8-ാം നമ്പർ വസതിയിലാണ് താമസിച്ചിരുന്നത്. ആ കാലഘട്ടമൊക്കെ ഞാനിപ്പോൾ ഓർമ്മയുണ്ട്. അതുവരെ ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി സ്ഥിരമായി അദ്ദേഹത്തിനെ വന്ന് കാണുന്ന ആളുകളൊക്കെ ആ വീട് എത്തുമ്പോൾ തല കുനിച്ച് അറിയാത്ത പോലെ പോയ കാഴ്ചയൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് രാഫത്തിൽ എന്റെ തൊട്ടടുത്ത വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും സാഹചര്യം മാറി. ഞാൻ KPC പ്രസിഡന്റായി. അവിടെയും കുറെ കാലം. അപ്പോൾ ജവഹർലാലുമായിട്ട് വളരെയധികം ആത്മബന്ധമുണ്ട്. ഇപ്പൊ ആ ജവഹർലാൽ ഉൾപ്പെട്ട കവടിയാറിലെ വോട്ടറുമാണ്. നേരെ ഓപ്പോസിറ്റുള്ള ഭഗവതി നഗറിലെ താമസക്കാരനാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ച് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൌരവത്തിൽ കണ്ടിരിക്കുന്നു. മുമ്പ് 2 തെരഞ്ഞെടുപ്പിലും UDF പരാജയപ്പെടാനുണ്ടായ കാരണം പാർട്ടി അത്രയും സീരിയസ് അല്ല എന്നൊരു ചിന്താഗതി ജനങ്ങൾക്ക് ഇടയിലുണ്ടായി. എന്നാൽ ഇത്തവണ ഇലക്ഷൻ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി 5 വാർഡുകൾ ഒഴികെ എല്ലായിടത്തും UDFന് സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 3 ദിവസത്തെ പര്യടനം ജനങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്താൻ. അത് ചോദിക്കുന്ന ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു ഇലക്ഷന് ഹൈ പീച്ചിലെത്തിയ അനുഭവമാണ് ഈ യാത്ര കൊണ്ട് ജനത്തിനുണ്ടായത്. മാത്രമല്ല ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രസ്ഥാനം UDF ആണ്, കോൺഗ്രസാണ്. ഇപ്പൊ CPMനെ മാറ്റി BJPനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെള്ളായണി പരമേനെ മാറ്റി ഇത്തിക്കര പക്കിയെ കൊണ്ടുവരികയാണ്. അത് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ UDF വരണം, കോൺഗ്രസിന്റെ ഭരണസമിതി ഉണ്ടാവണം. അതിന് തികച്ചും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ ശബരിനാഥ്. കാരണം നമ്മുടെ നഗരത്തിന്റെ അവസ്ഥ ഇന്നിപ്പോ ഞാൻ വരുമ്പോൾ ഉച്ചവരെ ഇവിടെ ഭരണം നടത്തുന്ന പാർട്ടിയുടെ മഹത്വം ഞാൻ പറയുകയാണ്. ഈ നഗരത്തിൽ പോലും ഇന്ന് ഉച്ചവരെ, ഉച്ചയ്ക്കല്ല ഞാൻ വരുമ്പോഴും ഞാൻ നോക്കിയില്ല, ജവഹർലാലും കവടിയാർ വാർഡിൽ തന്നെ ഇന്ന് പലയിടത്തും വെള്ളമില്ല. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ചെന്ന് പൈപ്പ് തുറന്നു വയ്ക്കുമ്പോൾ പൈപ്പിൽ വെള്ളമില്ല. ഇത് ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ്, കൂട്ടിച്ചേർന്ന പ്രദേശമല്ല. എന്നിട്ടാണ് പറയുന്നത് വികസനത്തിന്റെ പൂക്കാലം. പണ്ടൊരു ചൊല്ലുണ്ട്, വെള്ളം വെള്ളം സർവത്ര, ഒരു തുള്ളി കുടിക്കാനില്ല. വീട്ടിൽ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരില്ല, എന്നാൽ റോട്ടിലിറങ്ങിയാൽ പൈപ്പ് പൊട്ടി ഇഷ്ടം പോലെ വെള്ളം ഒഴുകി പാഴായി പോകുന്നു.